ആക്കി മാറ്റിയിരിക്കുന്ന the very talented, the very gorgeous and the charming Anashwara Rajan. Yes, and കേരളത്തിൽ നമ്മുടെ ഈ മൂവി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് ഡ്രീം ബിഗ് എന്റർടൈൻമെന്റ്സ് ആണ്. അപ്പോൾ അതിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സുജിത് സാറിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. നിറഞ്ഞ കൈദികളോടെ ഇൻവൈറ്റിംഗ് മിസ്റ്റർ സുജിത് ടു ഷെയർ ഫ്യൂ വേർഡ്സ് വിത്ത് us. Good evening all. First of all, ഇവിടെ ഈ പ്രീമിയറിന് എത്തിച്ചേർന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഇവിടുത്തെ എല്ലാ ഫിലിം ഫെറ്റേണിറ്റിൻ്റെ ഡ്രീമിംഗ് ഫിലിംസിൻ്റെ താങ്ക്സ്. അതേപോലെ ഐ എം വെരി ഹാപ്പി ടു bring this movie to Kerala theatres on this 6th of February, and we had a nice association with the hero of this movie, not as a hero before, he was a director of Tourist Family, and that was a blockbuster. അതിനുശേഷം we are associating with him once again. അതേപോലെ അനശ്വര രാജൻ, കൂടാതെ ഈ മൂവിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരും ഡ്രീം ബിഗിന് പ്രിയപ്പെട്ടവരാണ്. So the movie will begin theaters February 6th, and after watching this I am 100% confident that with word of mouth and with the support of media, I am 100% confident that this movie will be another blockbuster for us. And thank you for trusting us, ma'am, and we will be doing our best to bring this movie to the best of the best theaters in Kerala. Thank you. Thank you so much, sir. So now the mic is open for everyone. നിങ്ങൾക്ക് മൂവി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ടൈമാണ്, അതിന്റെ സെഷൻ ആണ്. സോ യെസ്, ഓവർ ടു യു. Did you all like the movie? Yes. അനശ്വര, ഹായ്. അപ്പം സിനിമ ഗംഭീരമായിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ ഒരു പക്ക ഒരു എന്താ പറയുക, ഒരു കോളേജ് ടൈപ്പിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ശരിക്കും ഒരു നമ്മുടെ ആ ടൈം പീരീഡിലൂടെ പോകുന്ന സ്കൂള്, കോളേജ്, ആ ഒരു ഉണ്ടാകുന്ന ലവ് സ്റ്റോറീസ് ഒക്കെ ഒരൊറ്റ സീനിൽ നമ്മളിങ്ങനെ നൊസ്റ്റാൾജി പോലെ ഒരു പോകുന്നൊരു ട്രാക്ക് ഉണ്ടല്ലോ. ശരിക്കും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പല ഓർമ്മകള്, ചിരിക്കാൻ പറ്റും ഒരുപാട് മെമ്മറീസ്. ഈ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു അത് ഫീൽ ചെയ്തപ്പോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് അത് പടം ഇഷ്ടപ്പെട്ടോ? താങ്ക് യു, വന്നതിന് താങ്ക് യു സോ മച്ച്. സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് എനിക്ക് ഈ പോയിന്റ് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണ്. ഇപ്പം നമുക്ക് ഒരു പ്രേമം സ്കൂൾ ടൈമിലോ എപ്പോഴെങ്കിലും ഒരു പ്രേമം ഉണ്ടായിരിക്കുന്ന ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കഥയായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് തോന്നിയത്. അതിനുശേഷം അതിനൊരു ക്ലോഷർ കിട്ടുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ മദൻ നെറേറ്റ് ചെയ്തതും ഭയങ്കര രസമായിട്ടാണ്, ഇതിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര രസമായിട്ടാണ് ആൾ നെറേറ്റ് ചെയ്തത്. സോ എനിക്കതിൻ്റെ ഒരു ഭാഗമാവണം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ എത്തിയത്. സൗന്ദര്യമാണ്. രജനികാന്ത് സാർ പടം பார்த்துட்டு என்ன சொன்னாங்க? மீன்ஸ் he came for the premiere, which is a very rare incident. So என்ன சொன்னாங்க படம் பார்த்துட்டு? First of all, thank you for coming. A very good evening to all of you. I'm very happy that we sat and watched the film with all of you to see the places you laughed in and you clapped in. It was wonderful. And I think Thambi and I are going to take Anaswara with us to Tamil cinema permanently. We're so happy we're working with her and we're so proud of how she's done. I'll come to your question, I didn't forget that. And also Abhi, thank you for Tourist Family accepting him as a director, and I hope you accept him as a hero as well. And for Thambi, me and Madan, please give us the same love you gave Tourist Family. So to you, Appa watched the film yesterday, yes, and it was such an amazing feeling for all of us as a team. Appa's energy is so amazing, so when he came with that energy to watch our film, and he really liked it. And when I went to see him after that, he's like, super hit karna, sure shot. So that's what makes us very happy. Abish,
this first time you are acting with a different director. So how was it from the beginning? Madan, more than a director, he is my close friend. So Tourist Family oda co-director is Madan. So I known him from a long time. So கொஞ்சம் எனக்கு கம்ஃபர்டபுள் தான். ஸோ என்னதான் இருந்தாலும் மதனுக்கு ஐ மீன் உங்களுக்கு ஒரு கம்ஃபர்ட் ஜோன் இருந்துச்சு. ஸோ அது ஈஸியாக தான் இருந்துச்சு, எந்த ப்ராப்ளமும் இல்லை. எங்களுக்கு எங்கள் சீனியர் ஆக்டர் யார் அனஷரா பார்க்கும்போது தான் கொஞ்சம் பயமாக இருந்துச்சு. மற்றபடி சில் தான். Bro, your dance is getting viral in lot of places. So வைரலா? தேங்க்யூ. Getting lot of attention. So what is the secret behind the dance steps? சீக்ரெட்டா தெரியல. ஐ திங்க் கொரியோகிராஃபர் മാസ്റ്റർ അവരോட ടീച്ചിങ് தான். ദാറ്റ്സ് ഇറ്റ്. അനശ്വര ഈ പ്രസ് ഷോ, ഇന്നലത്തെ പ്രസ് ഷോ കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ പുതിയ ക്രഷ് ആണെന്നൊക്കെ എല്ലാവരും പറയണേ. അപ്പോൾ അങ്ങനത്തെ കുറെ കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയോ? കാരണം ഇത് ഭയങ്കര ഡ്രീം റോളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള റോളാണ്. ശരിക്കും അതിൻ്റെ ഒരു ഫുൾഫിൽമെന്റ് എന്തോരം ഉണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും? വളരെയധികം. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ലാസ്റ്റ്. ഞങ്ങൾ കുറേ അവിടെ തമിഴ്നാട്ടിൽ കുറേ ഡയറക്ടേഴ്സ് പടം കണ്ടു, അവരുടെ അഭിപ്രായം അറിയിച്ചു. പക്ഷെ അല്ലാതെ നമുക്ക് ഓഡിയൻസിൻ്റെ എടുക്കുന്ന ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ ടോട്ടൽ ഒരു തിയേറ്ററിലിരുന്ന് ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ പ്രീമിയറിൻ്റെ അടുത്തുനിന്നായിരുന്നു. അപ്പോൾ പ്രസ് പടം കണ്ടു. അപ്പോൾ അവർ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസമുണ്ട്. ആ ചിരി മുഖത്ത് കാണാം. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് പറയുന്നതല്ലാതെ അവരുടെ മുഖത്ത് ആ ചിരി കാണാം, അവരുടെ ആ ഒരു ഫുൾഫിൽമെൻറ്റ് കാണാം. പടം കണ്ട് അവർ എൻജോയ് ചെയ്ത് ഇറങ്ങിയതിൻ്റെ ആ സന്തോഷം അവരുടെ മുഖത്ത് കാണാമായിരുന്നു, ജെന്യുവനായിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നി. കാരണം പടം ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കഥ ഞാൻ കേട്ടപ്പോൾ തൊട്ട് എനിക്കൊരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ആ ഷൂട്ട് തുടങ്ങിയതാണെങ്കിലും മൊത്തം അത് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒരു അതിൻ്റെ വർക്ക് നടക്കുമ്പോഴായിരുന്നെങ്കിലും എനിക്ക് ഉള്ളിൽ മൊത്തം ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അതൊരു നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ മറ്റന്നാൾ പടം ഇറങ്ങുമ്പോൾ ഓഡിയൻസിൻ്റെയും കൂടി അറിയുമ്പോൾ എനിക്ക് അത് ഐ എം പ്രിറ്റി ഷുവർ അതൊരു നല്ല റെസ്പോൺസ് തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് അവിടുന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. റൈറ്റ് നൗ ഐ ഫീൽ സോ ഓവർവെൽംഡ്. ഡയറക്ടർ സർ, ഹായ് എല്ലാവർക്കും ഹായ്. സാർ, ഈ സിനിമ കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഒരുപാട് സിനിമകൾ ഓർമ്മ വരും, ലൈക്ക് 96 അന്ന് മാത്രമല്ല. അപ്പം എപ്പോഴെങ്കിലും ഇത് കമ്പാരിസൺ, ഈ സിനിമ ഇറങ്ങിയാൽ കമ്പാരിസൺ വരുമോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ടോക്ക് വരുമെന്ന് എപ്പോഴും തോട്ട് പോയിരുന്നോ? 96ஓட கம்பேரிஷன் வருமானு கேட்குறீங்க? யா அது சொல்லுவாங்க. பட் நீங்கள் படம் பார்த்துட்டீங்க, அந்த ஒரு நாஸ்டாலஜிக்கை தொட்டு வரும்போது கடைசியாக ஒரு சூப்பர் ஹிட்டான படம் 96. ஸோ அதனால் அந்த ஞாபகங்கள் வரத்துக்கான வாய்ப்பு இருக்குது. பட்டு அது ஒரு நல்ல விஷயமாக தான் பார்க்குறேன். இட்ஸ் நாட் அ பேட் திங் ஆக்சுவலி. யா സാർ, ഈ ഇങ്ങനൊരു തോട്ട് വരാനുള്ള കാരണം എന്താണ്? നോർമലി എല്ലാ ലവ് സ്റ്റോറീസിലും ഉണ്ടാകും. നമുക്കിപ്പം ചിലപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് കണക്ട് ചെയ്യുന്ന ലവ് സ്റ്റോറീസ് ഉണ്ട്, സ്കൂൾ ലൈഫ്, കോളേജ് ടൈം ഒക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു സ്റ്റോറി ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു തോട്ട് എന്തായിരുന്നു? இல்லை அப்படிலாம் இட்ஸ் லைக் எவ்ரி ஒன் ஸ்டோரி. எல்லாத்துக்குமே ஒரு சின்ன ஒரு வைல்டான ஒரு ஆசை இருக்கும்ல, நம்ம சொல்லாத ஒரு க்ரஷ்கிட்ட சொல்கிறதுக்கான சான்ஸ் கிடச்சா எப்படி இருக்கும் அப்படின்ற அந்த ஒரு பாயிண்ட்டு தான் இந்த கதையை ட்ரைவ் பண்ணுச்சு. யா ஸோ இட் வில் பி கனெக்டட் டு எவ்ரி ஒன், ஐ திங்க் ஸோ யா. MRP வந்து ஃபீல் குட் ஃபிலிம்ஸோட ஒரு கஸ்டோடியன் தான், பிராண்ட் அம்பாசிடர். ஸோ எல்லாமே ആ ஜோனர், பட் இருந்தாலும் ஃப்ரெஷ்ஷாக இருக்கும் ஒரு ஃபிலிம். ஸோ இப்படி அந்த ப்ராசஸ் இது போயிட்டு இருக்கு, புதுசாக கதை தேடி நான் போகலை, கதை தேடி வருது. ஸோ குட் நைட் யா அந்த மாதிரி ஒரு ஸ்னோரிங் சம்மந்தமாக ஒரு கதை வந்துச்சு. அண்ட் லவ்வர் வந்து ஒரு டாக்ஸிக்கான ஒரு ரிலேஷன்ஷிப். அஃப்கோர்ஸ் டூரிஸ்ட் ஃபேமிலி எல்லாமே எங்களை தேடி வந்துச்சு. ஸோ இதுவும் அதே மாதிரி தான். மதன் வந்து ஆல்ரெடி எங்களுக்கு ரொம்ப தெரிஞ்ச பையன். ஸோ லவ்வரில் கோ டைரக்டர் அண்ட் டூரிஸ்ட் ஃபேமிலியில் கோ டைரக்டர். ஸோ அவனோட ஜேர்னி எங்கள் கூட ரொம்ப பெருசு தான். ஸோ இமீடியட்டாக இந்த கதை மட்டும்தான் நானாக தேடி போனேன். ஏதாவது கதை வச்சுருக்கேன்னா சொல்லு அப்படின்னு சொல்லி நானாக கேட்ட கதை இதுதான். அப்போ தான் அவன் ஒரு 2 வீக்ஸ் முன்னாடி எங்கேயோ போயிருக்கிறான். போயிட்டு ரொம்ப ஒரு 2 வீக்ஸ் தானேடா, 2 வீக்ஸில் அவன் எழுதப்பட்ட ஒரு கதை தான் அது. ஸோ அவனோட ஒரு ஃபீல் குட்டான ஒரு விஷயந்தான். ஸோ
இன்னும் அடுத்த ஒரு கதை கேட்டிருக்கிறோம். ஸோ அதுவும் ஒரு மாதிரி ஒரு நல்ல ஒரு ஜானராக தான் இருக்குது. ஸோ ஃபீல் குட் ஃபீல் குட் இருக்குது. அதில் ஒரு மாதிரி ஜாலி, ஒரு ஃபன், அந்த மாதிரி ஒரு ஸ்கிரிப்டாக தான் இருக்குது அது. நல்லா இருக்கு. இது உங்களுக்கு பிடிச்சிருந்துச்சா? நைஸா? 4 படத்தில் எது பிடிச்சிருக்கு? நம்மளும் கொஸ்டின் கேட்போமே கொஞ்சம். டூரிஸ்ட் அப்படி வெளியே without any knowing about the project I watched it, so I liked it. ஓ சூப்பர் சூப்பர். இது பிடிச்சிருந்தா? இது nice. சூப்பர். தேங்க்யூ. சௌந்தர்யா மேம், you are the director of கொச்சடியான். ஸோ எப்போ டைரக்ட் பண்ண போறீங்க மீன்ஸ் அந்த மாதிரி தாட் எல்லாம் இப்போ வந்து கொஞ்சம் ஈஸியா முடியும்ல, அந்த அவுட் ஆஃப் பாக்ஸ் தாட்? No, thank you. I am working on my script. I'll direct very soon this year. Thank you. And the hero? Nirka role hero, but not decided. I'm still working on the script. Thank you for mentioning Kocharian. Thank you. Abish, so actor busy ஆயிடுச்சா director? நீங்கள் எல்லாம் நல்லா எழுதுனீங்கன்னா பிஸி ஆவேன். ஸோ ரைட் வெல், ஐல் பி பிஸி. ஸோ எஸ், என்ன எதுவும் பண்ணல இப்போதைக்கு. இதுதான் டூரிஸ்ட் ஃபேமிலி வந்து ரொம்ப ஸ்பார்க் மாதிரி இருந்தது அந்த ஸ்டார்டிங் ஆஸ் அன் ஆக்டர். பட் இது வந்து ஃபுல் மேட்ச் பண்ணிட்டேன். ஸோ அதுக்கப்புறம் என்ன மீன்ஸ் ஆக்டரா எப்படி ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு? ஆக்டரா ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு. எல்லா எக்ஸ்பிரஷன்ஸ், எமோஷன்ஸ் எல்லாமே பண்ணியாச்சு. டான்ஸ் எல்லாமே பண்ணியாச்சு. ஃபைட் பண்ணியாச்சு. இன்னும் சிங்கிங் மட்டும்தான் பெண்டிங். அதுவும் பண்ணிடுறேன். எஸ், எல்லாம் ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு. யா. റൊമാൻറ്റിക് മൂവീസ് കേട്ടില്ല? അതെ, എന്റെയോ? അതെ, നമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്റെ റൊമാൻറ്റിക് മൊമെന്റ്സിനെ പറ്റിയിട്ട് ഞാൻ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അത് എല്ലാവർക്കും കണക്ട് ആവുന്നതായിരുന്നു. സ്കൂൾ ടൈമില് നമുക്കൊരു ക്രഷൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിക്കതും കണ്ടേക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഹീറോയുടെ സൈഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു അപ്പുറത്തൊരു നായകന്റെ സൈഡിൽ നിന്നായിരിക്കും നമ്മൾ മിക്കത് കണ്ടേക്കുന്നത്. അതൊരു പെണ്ണിന്റെ സൈഡിൽ നിന്ന് എനിക്ക് കുറച്ച് കണക്ഷൻ വന്നായിരുന്നു ആ ക്യാരക്ടർ എടുത്ത്. യെസ്, അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്കൊരു ക്രഷ് ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. பழைய ஞாபகம் எனக்கா? இதுலையா? வந்திருக்கு. ஸ்கூல் டேஸ் மெமரிஸ் நிறைய. அதானே கேட்குறீங்க? ஸ்கூல் டேஸ் மெமரிஸ் நிறைய ஞாபகம் வந்துச்சு. உங்களுக்கு ஞாபகம் வந்துச்சா அவங்களோட எக்ஸ் லவர்ன்றதுலாம்? ஓகே, எக்ஸ் லவர் இருந்தாலும் டெக்ஸ்ட் பண்ணக்கூடாது வீட்டுக்கு போயிட்டு. எஸ். തണ്ണീർമത്തനം ഇറങ്ങിയ സമയത്ത് അതൊരു ട്രെൻഡിങ് ആയിരുന്നു. അതിന്റെ പാട്ടുകളായാലും അതിലെ സീനുകളായാലും നിങ്ങളുടെ ആ കോംബോ ഏറ്റവും കൂടെ വൈറലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ കോംബോയും ആ സ്കൂൾ ഡേയ്സിലും ഇതൊക്കെ ആയിരിക്കും ഇച്ചിരി വൈറലാകാൻ ചാൻസ് കൂടുതൽ. വീണ്ടും ഒരു സ്കൂൾ ലവ് അങ്ങനെ ഒരു വരാൻ ചാൻസ് ഉണ്ടോ? ഹോപ്പ്ഫുള്ളി അത് അങ്ങനെ വന്നാൽ നന്നായി. ഐ മീൻ, വരേണ്ട സാധ്യതകളുണ്ട്. വന്നാൽ നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്കൂളിലെ ചില ഇന്നസെൻസ് കാണിക്കുന്ന കുറേ നർമ്മ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. അപ്പം അത് വന്നാൽ വളരെ വളരെ നന്നായിരിക്കും. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ തമിഴിൽ ഇപ്പൊ 3ാമത്തെ ചിത്രമാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആദ്യത്തെ ഇപ്പം രാജേഷൻ തഗ്, ഇപ്പം ഇതിലോ 3 ടൈപ്പാണ്. അതായത് സ്കൂൾ കാലഘട്ടം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ യൂത്ത് ആയിട്ടുള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള റോള്, ഇപ്പം ഇങ്ങനത്തെ ഒരു റോള്. ഇപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ എൻ്റെ ഓഡിയൻസുമായിട്ട് കണക്റ്റഡ് ആവണോ, അല്ലെങ്കിൽ എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് ഇപ്പോഴും കോൺഷ്യസ് ആണോ? ഞാൻ ഇപ്പോൾ തക്സും റാങ്കി ചെയ്തത് ഞാൻ എൻ്റെ 2ാമത്തെ സിനിമയായിട്ടാണ്. സുജാത കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് റാങ്കിയാണ്. അത് 7-8 വർഷം മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു തമിഴ് പടം വന്നപ്പോൾ എന്നെ അങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. അധികം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല. ക്യാരക്ടർ എത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ അത് സീരിയസ് റോളാണോ കോമഡി റോളാണോ എന്ന് ഞാനൊന്നും കോൺഷ്യസ് ആയിട്ടില്ല. ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. തക്സും എനിക്ക് ബൃന്ദാ മാസ്റ്റർ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാർട്ടാവണം എന്നുള്ളത് കൊണ്ട് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ്, റീസെൻ്റ്ലി ആണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിൻ്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു സിനിമയും അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ യെസ്, അങ്ങനെയാണ് ഞാൻ ഈ പടം ചൂസ് ചെയ്തതും. ഇപ്പോൾ ഞാനത് നോക്കുന്നുണ്ട്. എനിക്ക് മുന്നേ ഞാൻ അത്രയും
എന്താ പറയുക അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് അത് ആലോചിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് ഞാൻ കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത്. അനുശ്വര ഇവിടെ 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 ഇതിനകത്ത് കുറെ സീനുകളുണ്ട് ഭയങ്കര ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള. അതിലേറ്റവും റിലേറ്റബിൾ ട്രെയിനിന്റെ സീക്വൻസ് ആയിരുന്നു. ഞാൻ പേഴ്സണലി ആലോചിച്ചിട്ട് എന്തെങ്കിലും ആ കൊച്ചുങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. ശരിക്കും അത് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു അങ്ങനത്തെ മൂമെന്റ്സ് ഷൂട്ട് ചെയ്യുമ്പോ? അതെനിക്ക് ഭയങ്കര എനിക്ക് ഏറ്റവും ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷനാണ്. എനിക്ക് ആ സീനാണത്. എനിക്ക് നരേറ്റ് ചെയ്തപ്പോഴും ഞാൻ കുറേ ചിരിച്ച ഒരു സീനാണത്. ഈ പറഞ്ഞ പോലെ ക്ലീഷേ ബ്രേക്കിംഗ് നമ്മൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെയുള്ള ഒരു സ്ലോ മോഷൻ കൊച്ചിനോട് കളിക്കുന്ന ഒരു നായകന്റെ പിഒവിലുള്ള സ്ലോ മോഷൻ ആയിരിക്കും. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു എന്താ പറയാ അങ്ങനൊരു നായകൻ ചമ്മിപ്പോകുന്ന ഒരു സാധനം എടുത്തത് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. അത് ഷൂട്ട് ചെയ്തപ്പോഴും ആ പയ്യനും ആക്ച്വലി പൊളി തന്നെയാണ് എന്നെ മുഖത്തൊക്കെ വിളിച്ചപ്പോൾ അവിടെ സെറ്റിൽ നിന്ന് എല്ലാവരും ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഷൂട്ട് ചെയ്തതും ഭയങ്കര രസമായിരുന്നു. അത് സിനിമയിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സീൻസ് ആണത്. വരുന്നുണ്ടല്ലോ നസ്ലിന്റെ ഒക്കെ പടങ്ങള്, മമിതയുടെ കുറെ പടങ്ങൾ വരാൻ നമ്മൾ ഒരുമിച്ചോ? അങ്ങനെ ഒരുമിച്ച് നമുക്ക് അങ്ങനെ ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. ഐ മീൻ നമ്മളങ്ങനെ ഒരുമിച്ച് തേടി വന്നിട്ടില്ല. അങ്ങനെ തീർച്ചയായിട്ടും ഒരു പടം നമ്മളങ്ങനെ വരികയാണെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ വളരെ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ശരണ്യ ടൈമിലാണ് നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്തത്. അഫ്കോഴ്സ് എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. ഹലോ, എവിടെയാ? ആ, നമ്മൾ മലയാളി ഓഡിയൻസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ മലയാളം ഫിലിംസ്. എപ്പോഴാണ് ഒരു മലയാളം ഫിലിം ഈ വർഷം റിലീസ് ഉണ്ടാവോ? ഈ വർഷം ഒരു പടം ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ഒഫീഷ്യലി അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. മേ ബി, പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മേ ബി, യെസ്. എനിക്കും ആഗ്രഹമുണ്ട് എനിക്കിത് ഇവിടെ നിന്നൊരു പടം ചെയ്യാൻ. അതിനൊരു എന്താ പറയുക ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. ഇപ്പൊ മലയാളത്തിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത ഫിലിംസ് ഉണ്ടല്ലോ. ഷൂട്ട് കംപ്ലീറ്റ് ചെയ്താ ഏതുണ്ടോ? ഏതും കൊണ്ടുവന്നു? ഇല്ല, അത് എല്ലാം ഇറക്കി കഴിഞ്ഞ് ഇപ്പം ലാസ്റ്റ് ഇതോടുകൂടി ഇറങ്ങി. ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പെരുങ്കളിയാട്ടം പറഞ്ഞൊരു ഫിലിം, പെരുങ്കളിയാട്ടം ഉണ്ട്. അത് ഷൂട്ട് കഴിഞ്ഞിട്ട് കുറേ ആയി. അതിന് എനിക്കൊന്ന് പോസ്റ്റ് വർക്ക് നടക്കുന്നു. കുറച്ചായി പോസ്റ്റ് വർക്ക് നടക്കുന്നു. മൈറ്റ് ഇറങ്ങുമായിരിക്കും ഈ വർഷം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് മലയാളത്തിൽ ബ്രേക്ക് എടുക്കാനോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അവിടെ പോകാനാ. എനിക്ക് ഞാനും നല്ല പുറത്തെ ഭാഷയിൽ എനിക്ക് നല്ല സിനിമകൾ വരുമ്പോൾ അതിലും നല്ലത് ചൂസ് ചെയ്യുന്നു. എനിക്ക് നല്ല ഇറസ്പെക്റ്റീവ് ഓഫ് എന്താ ഇൻഡസ്ട്രി എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാണ്. അത് എന്നെ തേടിയെത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം മലയാളം സിനിമ കണ്ടിട്ടാണല്ലോ അവരെന്നെ വിളിക്കുന്നത്. അപ്പം അത് അവിടത്തേക്ക് എത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ ബോധപൂർവ്വം ഇവിടുന്ന് ബ്രേക്ക് എടുക്കണമെന്നൊന്നും. We'll be having only 2 more questions. അതിനുശേഷം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഞാനോ? അങ്ങനെ വെച്ചാ അമ്മയും ചേച്ചിയൊക്കെ ആന്ന് പറയുന്നു. അപ്പൊ അല്ല, ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെ അത്ര എക്സ്ട്രീം ഇല്ലെങ്കിലും ഞാൻ ഏറെക്കുറെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒരു ടൈപ്പ് തന്നെയായിരുന്നു. സോ അതെനിക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും മേഖലയും ക്യാരക്ടറും ഒക്കെ ആയിരുന്നു. അഫ്കോഴ്സ് മദൻ എക്സ്പ്ലെയിൻ ചെയ്യും. സീൻ വന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് അഫ്കോഴ്സ് മദൻ നല്ല രീതി അതെ ആക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. മദൻ ഇല്ല, താല്പര്യമില്ല. ഞാൻ സന്തോഷത്തിലാണ് ഇപ്പൊ. എനിക്കങ്ങനെ ക്ലോഷർ കിട്ടിയാലേ സമാധാനത്തിലുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പൊ നല്ല സമാധാനത്തിലാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഇല്ല 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 ചുമ്മാ நிஜ கதையெல்லாம் இல்லை. லைக் பார்ட் ஆஃப் ஸ்டோரிஸ் ஃப்ரம் நிறையா பார்த்தது கேட்டது அந்த மாதிரியான விஷயங்கள் கம்ப்ளீட்டாக ஒரு மாதிரி ஃபிக்ஷன் தான். ஸோ அதனால இதில் என்ன வில்லன் ஹீரோ ஆகிடும். ஐயோ தினேஷா இருக்க மாட்டேன் கண்டிப்பா. யா தேங்க்யூ. யா
Thank you so much. Thank you. So now we are moving on to a photo. Everybody, please rise and please join in for a photo. So again, before we go, thank you so much for your time. Please do watch the film again with your families on Feb 6th and do support us all. Again, thank you very much. എല്ലാവരും കാണാൻ വന്നതിന് ഒരുപാട് സന്തോഷം. അപ്പം നിങ്ങൾ പടം കണ്ടവർ നല്ല റിവ്യൂസ് തന്നെ പോയി ഇടണം, വളരെ നല്ല റിവ്യൂസ് തന്നെ പോയി പറയണം. എല്ലാ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും നിങ്ങളുടെ എല്ലാവരുടെയും എക്സിനോടൊക്കെ കാണാൻ പറയണം പടം. നിങ്ങൾ സെറ്റാവണമെങ്കിൽ സെറ്റാവണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ, വന്നതിന് സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. எஸ் தேங்க்யூ ஆல். ஃபர்ஸ்ட் ஆஃப் ஆல் இவ்வளோ நேரம் வெயிட் பண்ணி படம் பார்த்ததுக்கு டூரிஸ்ட் ஃபேமிலி பயங்கரமாக சப்போர்ட் பண்ணீங்க. சேம் நீங்கள் வித் லவ்வுக்கும் அதே சப்போர்ட் பண்ணுவீங்கன்னு நினைக்கிறேன். எனக்கு கொடுத்த அதே லவ்வை மதனுக்கும் நீங்கள் எல்லாரும் கொடுக்கணும். அண்ட் இந்த படத்தை ப்ளீஸ் எல்லாருக்கிட்டையும் ஸ்ப்ரெட் பண்ணுங்கள். நீங்கள் உங்களால் மட்டும்தான் அதை பண்ண முடியும். ஸோ இட்ஸ் மை ஹம்பிள் ரெக்வஸ்ட். தேங்க்யூ ஸோ மச். தேங்க்யூ. So yes, With Love is going to hit the theaters on Feb 6. Are we really excited about it? Excited എല്ലാരും നല്ല റിവ്യൂസ് പറയില്ലേ? Okay, so yes, thank you so much. Thank you for joining everybody. Thank you for all the